ഇന്നിപ്പോ സമകാലീനം ചർച്ച ചെയ്യുന്നത് ലോകത്തെമ്പാടും കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. നമുക്കറിയാം, അമേരിക്കയില് ന്യൂയോർക്കില് ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം സോഷ്യലിസ്റ്റ് കൂടിയായ ഒരു മേയർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത്. അതായത് ഒരാള് പറഞ്ഞത് സയനിസ്റ്റുകളുടെ വളർത്തുദേശത്ത് ഒരു ആന്റി സയനിസ്റ്റ്, ശരിയാണ്, മുതലാളിത്തത്തിന്റെ ലോക ആസ്ഥാനത്ത് ഒരു സമത്വത്തിന്റെ ഒരു സോഷ്യലിസ്റ്റ്. അതാണ് മംദാനി യഥാർത്ഥത്തിൽ. ഇപ്പൊ ന്യൂയോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ന്യൂയോർക്കിലെ മേയർക്ക് വിപുലമായ ഭരണഘടന അധികാരങ്ങൾ ഉള്ളതാണ്. അമേരിക്കൻ ഭരണഘടന പ്രകാരം മേയർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. അവിടുത്തെ പോലീസിൽ അമേരിക്കൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു. പോലീസില്, സാമ്പത്തിക മേഖലയില്, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വിപുലമായ അധികാരം യഥാർത്ഥത്തിലുണ്ട്. മൂപ്പർ കഴിഞ്ഞ കുറെ വർഷമായി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തെ പരസ്യമായി പൊതുസമൂഹത്തോട് സംസാരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് ഒരു ഒളിച്ചുകളി രാഷ്ട്രീയത്തിലൂടെയല്ല, ഞാൻ ഇന്ന ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ഞാൻ ഇന്ന ആശയത്തെയാണ് പിന്തുടരുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ ലോകക്രമത്തില് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ന്യൂയോർക്കിലെ മാറ്റമാണ് യഥാർത്ഥത്തിൽ. അതായത് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ മാറ്റം തന്നെയാണ്. അത്തരം ഒരു ചിന്താധാരയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിൽ ആ ആക്രമണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫലസ്തീനെ കുറിച്ച്, ഫലസ്തീന്റെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കുറിച്ച്, അവിടുത്തെ ഭൂമിയെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം നമുക്കറിയാം. പിതാവ് മഹ്മൂദ് മംദാനി, അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. അതുപോലെ ഉഗാണ്ട പൗരത്വമുള്ള ആളാണ്. രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തില് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. സ്വന്തമായി കയ്യൊപ്പ് പതിപ്പിച്ച മംദാനി. അതായത് ദക്ഷിണാഫ്രിക്കൻ ആ മേഖലകളിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ സാമൂഹിക ജീവിത മേഖലകളിൽ നല്ല സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന ആളാണ് മഹ്മൂദ് മംദാനി. ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഒന്ന് ബാഡ് മുസ്ലിം ഗുഡ് മുസ്ലിം എന്ന് പറയുന്ന ബുഷിന്റെ സിദ്ധാന്തമുണ്ട്, അമേരിക്കൻ സിദ്ധാന്തം. സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അമേരിക്ക പ്രഖ്യാപിച്ച 2 ചേരി, ഒന്ന് ഭീകര ചേരിയും ഒന്ന് ഭീകര വിരുദ്ധ ചേരിയും. അപ്പൊ ഭീകര ചേരിയാണ് ബാഡ് മുസ്ലിം, ഭീകര വിരുദ്ധ ചേരി അതായത് അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ചേരി ഗുഡ് മുസ്ലിം. അപ്പൊ അതിനെക്കുറിച്ച് 2012 അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബാഡ് മുസ്ലിം ഗുഡ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൽ കോൾഡ് വാറിനെ കുറിച്ചും അന്ന് അഫ്ഗാനികളെ അമേരിക്ക പിന്തുണച്ചതിനെ കുറിച്ചും, അപ്പം ഈ ഭീകരവാദത്തിന്റെ വേരുകൾ തേടി മതത്തിൽ നിങ്ങൾ അന്വേഷിക്കേണ്ട, ആ ഭീകരവാദത്തിന്റെ വേര് അമേരിക്ക വരുത്തുന്ന രാഷ്ട്രീയത്തിന്റെ താഴെയാണ് ഉള്ളത് എന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഡിഫൈൻ ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ സിദ്ധാന്തം, യഥാർത്ഥത്തിൽ ഡിഫൈൻ ആൻഡ് റൂൾ എന്നാ പറഞ്ഞത്, ഡിവൈഡ് ആൻഡ് റൂൾ അല്ല. ഡിവൈഡ് ആൻഡ് റൂൾ ആണ് നമ്മള് പ്രായോഗികവൽക്കരിച്ച സിദ്ധാന്തം, നമുക്കറിയുന്ന സിദ്ധാന്തം അതാണ്, ഡിവൈഡ് ആൻഡ് റൂൾ. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് ആദ്യം ഡിഫൈൻ ചെയ്യുന്നു. ആരെ? നിങ്ങള് ഹിന്ദുവാണ്, നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, നിങ്ങൾ ഇന്ന ജാതിയാണ് എന്ന് ആര് ഡിഫൈൻ ചെയ്യാണ്? ബ്രിട്ടീഷുകാർ ഈ സമൂഹത്തെ ഡിഫൈൻ ചെയ്ത്, അതിനുശേഷം സാമ്രാജ്യത്വം ഡിഫൈൻ ചെയ്യാണ്. അതിനുശേഷമാണ് ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ നിർവചിച്ചതിന് ശേഷം മനുഷ്യരെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഭരിക്കുക. അതാണ് അതിനെ കുറിച്ചൊക്കെ കൃത്യമായി അദ്ദേഹം 2002 എഴുതിയ പിന്നെ ഒട്ടേറെ സംഭാവന നൽകിയിട്ടുണ്ട്. ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സർവകലാശാലയിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂയോർക്കിലെ കൊളംബിയൻ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സ്കൂള്, ആഫ്രിക്കയിലെ പല സർവകലാശാലയിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PhD, ഈ രാഷ്ട്രീയ സാമൂഹിക ജീവിത മേഖലകളിൽ ഗവേഷണം നടത്തിയിട്ട് PhD നേടിയിട്ടുണ്ട് അദ്ദേഹം. അപ്പം അങ്ങനെ ഒട്ടേറെ സംഭാവനകൾ യഥാർത്ഥത്തിൽ മഹ്മൂദ് മംദാനി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രനാണ്. അതേ ആദർശം
വെച്ച് പുലർത്തിക്കൊണ്ട് അത് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം ഫസ്റ്റ് ഇന്നലെ സംസാരിച്ച പ്രസംഗം, മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രസംഗം, പ്രസംഗം നെഹ്റുവിനെ ഒക്കെ കോട്ട് ചെയ്ത് പ്രസംഗിച്ചു. അതോടൊപ്പം തന്നെ ഐ ആം യങ്, ഞാൻ ചെറുപ്പക്കാരനാണ്. ഐ ആം മുസ്ലിം, ഞാൻ മുസ്ലിമാണ്. ഐ ആം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ്, ഞാൻ ജനാധിപത്യ സോഷ്യലിസ്റ്റ് കൂടിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ മിസ്റ്റർ ട്രംപ് എന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നുണ്ട്. ആ പ്രസംഗം കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് 1963 മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നടത്തിയ ഒരു പ്രസിദ്ധമായ പ്രസംഗം, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്നാണ് ആ പ്രസംഗത്തിന് ചരിത്രകാരന്മാർ നൽകിയ തലവാചകം. അതിന്റെ അകത്ത് അദ്ദേഹം അന്ന് വർണ്ണ വിവേചനത്തിനെതിരെയും തൊഴിലില്ലായ്മക്കെതിരെയൊക്കെ ഒരു ലോങ് മാർച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ആ ലോങ് മാർച്ചിൽ വാഷിംഗ്ടൺ DC-യിൽ 2.5 ലക്ഷത്തോളം ആളുകൾ തടിച്ചുകൂടിയ ഒരു ജനസഞ്ചയത്തെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസംഗം ആരംഭിക്കുന്നത്. എന്നിട്ട് അതിൽ 1-2 പ്രസിദ്ധമായ ഭാഗങ്ങൾ ഈ പറയുന്ന വർണ്ണ വിവേചനത്തിന്റെ ഈ മഹാപർവ്വതത്തിൽ, നിരാശയുടെ മഹാപർവ്വതത്തിൽ നിന്ന് ഒരു ആശയുടെ ചെറുകല്ലെങ്കിലും പൊട്ടിച്ചെടുക്കാൻ കഴിയുമെന്ന സ്വപ്നം, ഈ വർണ്ണ വിവേചനത്തിന്റെ അഗാധമായ ഗർത്തത്തിന് മീതെ ഒരു ചെറു പാലം പണിയാൻ കഴിയുമെന്നൊരു സ്വപ്നം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രസംഗം. പിന്നീട് ആ പ്രസംഗത്തിലേക്ക്, ആ സ്വപ്നത്തിലേക്ക് ആളുകൾ അമേരിക്കൻ ജനത നടന്നെടുക്കുകയായിരുന്നു ആ സ്വപ്നത്തിലേക്ക്. പിറ്റേന്ന് 1964 സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു നിയമം പാസ്സായി. അതിന് സമാനമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രസംഗമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ മംതാനി നടത്തിയതെന്നുള്ള. അത് വരും കാലത്ത് ഒരുപാട് ചർച്ച ഉണ്ടാവും. ഒരു കാസയുടെ ഭാഷയിലൊക്കെ പറഞ്ഞ ഒരു സുഡാപ്പി മേയറാണ് യഥാർത്ഥത്തിൽ ന്യൂയോർക്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്.